നിയമാവർത്തനം 5-ാം അധ്യായം. മോശ ഇസ്രായേൽക്കാരെല്ലാവരെയും വിളിച്ച് അവരോട് പറഞ്ഞു, ഇസ്രായേലേ, നിങ്ങളുടെ ചെവികളിൽ ഞാനിന്ന് പ്രസ്താവിക്കുന്ന ചട്ടങ്ങളും ന്യായപ്രമാണങ്ങളും ശ്രവിക്കുവിൻ. അവ നിങ്ങൾ പഠിക്കുകയും അനുവർത്തിക്കാൻ ശ്രദ്ധിക്കുകയും ചെയ്യുവിൻ. നമ്മുടെ ദൈവമായ കർത്താവ് ഹൊറബിൽ വെച്ച് നമ്മളുമായി ഒരു ഉടമ്പടി ചെയ്തു. നമ്മുടെ പിതാക്കന്മാരുമായല്ല കർത്താവ് ഈ ഉടമ്പടി ചെയ്തത്. പ്രത്യുത ഇന്ന് ഇവിടെ ജീവനോടെ ഇരിക്കുന്ന ഈ നമ്മളെല്ലാവരുമായാണ്. മലയിൽ വെച്ച് അഗ്നിമധ്യേ നിന്ന് കർത്താവ് നിങ്ങളുമായി മുഖാമുഖം സംസാരിച്ചു. അഗ്നി നിമിത്തം ഭയന്ന് നിങ്ങൾ മലയിൽ കയറാതിരുന്നതുകൊണ്ട് കർത്താവിനും നിങ്ങൾക്കുമിടയിൽ ഇപ്രകാരമുള്ള കർത്തൃവചനം നിങ്ങളോട് വിവരിക്കാൻ ആ സമയം ഞാൻ നിൽക്കുകയായിരുന്നു. നിന്നെ ഈജിപ്ത് ദേശത്ത് നിന്ന് അടിമകളുടെ ഭവനത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവന്ന ഞാനാണ് നിന്റെ ദൈവമായ കർത്താവ്. എൻ്റെ മുമ്പിൽ നിനക്ക് അന്യദേവന്മാർ ഉണ്ടായിരിക്കരുത്. മുകളിൽ ആകാശങ്ങളിലോ താഴെ ഭൂമിയിലോ ഭൂമിക്കു താഴെ ജലത്തിലോ ഉള്ള ഏതിൻ്റെയെങ്കിലും സാദൃശ്യം വിഗ്രഹം നീ ഉണ്ടാക്കരുത്. അവയ്ക്കു നീ ആരാധനയർപ്പിക്കരുത്. അവയെ സേവിക്കുകയുമരുത്. എന്തെന്നാൽ നിന്റെ ദൈവമായ കർത്താവ് ഞാനാണ്. എന്നെ വെറുക്കുന്നവരെ സംബന്ധിച്ച് പിതാക്കന്മാരുടെ കുറ്റം മക്കളുടെ മേലും 3-ാം തലമുറ മേലും 4-ാം തലമുറ മേലും ചുമത്തുന്ന തീക്ഷ്ണമതിയായ ദൈവം. എന്നാൽ എന്നെ സ്നേഹിക്കുന്നവർക്കും എൻ്റെ കൽപ്പനകൾ പാലിക്കുന്നവർക്കും വേണ്ടി 1000 തലമുറകളോട് കാരുണ്യം പ്രവർത്തിക്കുന്നവനാണു ഞാൻ. നിന്റെ ദൈവമായ കർത്താവിൻ്റെ നാമം നീ വൃഥാ ഉപയോഗിക്കരുത്. എന്തെന്നാൽ തൻ്റെ നാമം വൃഥാ ഉപയോഗിക്കുന്നവനെ കർത്താവ് കുറ്റവിമുക്തനാക്കുകയില്ല. നിന്റെ ദൈവമായ കർത്താവ് കൽപ്പിച്ചതുപോലെ സാബത്തു ദിനം വിശുദ്ധീകരിച്ചുകൊണ്ട് നീ ആചരിക്കുക. 6 ദിവസം അധ്വാനിച്ച് നിന്റെ എല്ലാ ജോലിയും നീ നിർവഹിക്കണം. എന്നാൽ 7-ാം ദിവസം നിന്റെ ദൈവമായ കർത്താവിൻ്റെ സാബത്താണ്. നിന്നെപ്പോലെ തന്നെ നിന്റെ ദാസനും ദാസിയും സ്വസ്ഥരാകേണ്ടതിന് നീയോ നിന്റെ മകനോ മകളോ ദാസനോ ദാസിയോ കാളയോ കഴുതയോ മൃഗത്തിലേതെങ്കിലുമോ നിന്റെ കവാടങ്ങൾക്കകത്തുള്ള പ്രവാസിയോ ഒരു ജോലിയും ചെയ്യരുത്. നീ ഈജിപ്ത് നാട്ടിൽ ദാസനായിരുന്നുവെന്നും നിന്റെ ദൈവമായ കർത്താവ് കരുത്തുറ്റ കരത്താലും നീട്ടിയ ഭുജത്താലും നിന്നെ അവിടുന്ന് പുറത്തെത്തിച്ചുവെന്നും നീ അനുസ്മരിക്കണം. അതുകൊണ്ടാണ് നിന്റെ ദൈവമായ കർത്താവ് സാബത്തു ദിനം ആചരിക്കാൻ നിന്നോട് കൽപ്പിച്ചിരിക്കുന്നത്. നിനക്ക് ദീർഘായുസ്സുണ്ടാകാനും നിന്റെ ദൈവമായ കർത്താവ് നിനക്ക് തരുന്ന ദേശത്ത് നിനക്ക് നന്മയുണ്ടാകാനും നിന്റെ ദൈവമായ കർത്താവ് നിന്നെ അനുശാസിച്ചിരിക്കുന്നത് പോലെ നീ നിന്റെ പിതാവിനെയും മാതാവിനെയും ബഹുമാനിക്കുക. നീ കൊല്ലരുത്. നീ വ്യഭിചാരം ചെയ്യരുത്. നീ മോഷ്ടിക്കരുത്. നിന്റെ അയൽക്കാരനെതിരായി നീ വ്യാജസാക്ഷ്യം നൽകരുത്. നിന്റെ അയൽക്കാരൻ്റെ ഭാര്യയെ നീ മോഹിക്കരുത്. നിന്റെ അയൽക്കാരൻ്റെ ഭവനത്തെയോ വയലിനെയോ ദാസനെയോ ദാസിയെയോ കാളയെയോ കഴുതയെയോ നിന്റെ അയൽക്കാരനുള്ള എന്തിനെയെങ്കിലുമോ നീ അഭിലഷിക്കരുത്. മലയിൽ അഗ്നി, മേഘം, കൂരിരുട്ട്, വലിയ ശബ്ദം എന്നിവയുടെ മധ്യേ നിന്ന് കർത്താവ് ഈ വചനങ്ങൾ നിങ്ങളുടെ സമൂഹം മുഴുവനോടുമായി പ്രഖ്യാപിച്ചു. തുടർന്ന് അവിടുന്ന് അതിനോട് ഒന്നും കൂട്ടിച്ചേർത്തില്ല. അവിടുന്ന് അവ 2 കൽപ്പലകകളിൽ ആലേഖനം ചെയ്യുകയും എന്നെ അവ ഭരമേൽപ്പിക്കുകയും ചെയ്തു. തമോമധ്യേ നിങ്ങൾ ആ സ്വരം കേൾക്കുമ്പോൾ മല തീയിൽ എരിയുകയായിരുന്നു. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഗോത്രത്തലവന്മാരെല്ലാവരും ശ്രേഷ്ഠന്മാരും എന്നെ സമീപിച്ചു പറഞ്ഞു, ഇതാ നമ്മുടെ ദൈവമായ കർത്താവ് തൻ്റെ മഹത്വവും പ്രതാപവും ഞങ്ങളെ കാണിച്ചിരിക്കുന്നു. അഗ്നിയുടെ മധ്യത്തിൽ നിന്ന് അവിടുത്തെ സ്വരവും ഞങ്ങൾ കേട്ടു. ദൈവം മനുഷ്യനുമായി സംസാരിച്ചിട്ടും അവൻ ജീവിച്ചിരിക്കുന്നത് ഇന്നു ഞങ്ങൾ കണ്ടു. ആകയാൽ ഇപ്പോൾ ഈ വലിയ അഗ്നി ഞങ്ങളെ വിഴുങ്ങിയിട്ട് ഞങ്ങൾ എന്തിനു മരിക്കണം? ഞങ്ങളുടെ ദൈവമായ കർത്താവിൻ്റെ സ്വരം കേൾക്കുന്നത് ഞങ്ങൾ ഇനിയും തുടർന്നാൽ ഞങ്ങൾ മരിച്ചു പോകും. എന്തെന്നാൽ അഗ്നിമധ്യേ നിന്ന് സംസാരിക്കുന്ന സജീവ ദൈവത്തിൻ്റെ ശബ്ദം കേട്ടിട്ടും ജീവിച്ചിരിക്കുന്ന ഞങ്ങളെപ്പോലെ ഏതെങ്കിലും ശരീരി ആരുണ്ട്? നീ അടുത്തു ചെന്ന് നമ്മുടെ ദൈവമായ കർത്താവ് പറയുന്നതെല്ലാം കേട്ടാലും, എന്നിട്ട് നമ്മുടെ ദൈവമായ കർത്താവ് നിന്നോട് പ്രസ്താവിക്കുന്നതെല്ലാം നീ തന്നെ ഞങ്ങളോട് സംസാരിച്ചാലും ഞങ്ങൾ കേൾക്കുകയും നിർവഹിക്കുകയും ചെയ്തു കൊള്ളാം. നിങ്ങൾ എന്നോട് സംസാരിച്ച നിങ്ങളുടെ വാക്കുകളുടെ സ്വരം കർത്താവ് ശ്രവിച്ചു.
അപ്പോൾ കർത്താവ് എന്നോട് അരുൾ ചെയ്തു, നിന്നോട് സംസാരിക്കുന്ന ഈ ജനത്തിൻ്റെ വാക്കുകളുടെ സ്വരം ഞാൻ കേട്ടു. അവർ സംസാരിച്ചതെല്ലാം നന്നായിരിക്കുന്നു. എല്ലാ ദിനങ്ങളിലും എന്നെ ഭയപ്പെടാനും എൻ്റെ എല്ലാ കൽപ്പനകളും പാലിക്കാനും അങ്ങനെ അവർക്കും അവരുടെ മക്കൾക്കും എന്നേക്കും നന്മയുണ്ടാകാനുമുള്ള അവരുടെ ഈ ഹൃദയേച്ഛ യാഥാർത്ഥ്യമായിരുന്നെങ്കിൽ, നീ ചെന്ന് അവരോട് നിങ്ങൾ നിങ്ങളുടെ കൂടാരങ്ങളിലേക്ക് മടങ്ങിപ്പോകുവിൻ എന്ന് പറയുക. എന്നിട്ട് നീ ഇവിടെ എൻ്റെ കൂടെ നിൽക്കുക. കൈവശമാക്കാൻ ഞാൻ അവർക്ക് നൽകുന്ന നാട്ടിൽ അവർ നിർവഹിക്കാൻ നീ അവരെ പഠിപ്പിക്കേണ്ട ചട്ടങ്ങളും ന്യായപ്രമാണങ്ങളുമാകുന്ന ഓരോ കൽപ്പനയും ഞാൻ നിന്നോട് പ്രതിപാദിക്കാം. ആകയാൽ നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങളോട് കൽപ്പിച്ചതുപോലെ പ്രവർത്തിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കണം. നിങ്ങൾ ഇടം വലം വ്യതിചലിക്കരുത്. നിങ്ങൾ ജീവിക്കാനും നിങ്ങൾക്ക് നല്ലത് ഭവിക്കാനും നിങ്ങൾ കൈവശമാക്കുന്ന ദേശത്ത് നിങ്ങൾ ദീർഘായുസ്സുള്ളവരാകാനും വേണ്ടി നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങളെ അനുശാസിച്ച സകല മാർഗത്തിലും നിങ്ങൾ വ്യാപരിക്കണം.